അരുൺ ഉപയോഗിച്ച ആ വാക്കുണ്ടല്ലോ, ഇപ്പൊ പുതുതായിട്ട് ഒരു ആഴ്ചയായിട്ടാണ് നിങ്ങൾ ജേർണലിസ്റ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം, അതുകൂടി പ്രേക്ഷകർ അറിയണല്ലോ. മായ കോട്നാനി ഒരു വൈറ്റ് കോളർ ടെററിസ്റ്റ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നരോധ്യ പാട്ടിയ കൂട്ടക്കൊലയ്ക്ക് ഗുജറാത്തിൽ പിന്നീട് ആരോഗ്യമന്ത്രി തന്നെയായിരുന്ന അവരാണ് വൈറ്റ് കോളർ ടെററിസ്റ്റിന്റെ ആദ്യത്തെ ഉദാഹരണം. അതിലും മുന്തിയ ഒരു ഉദാഹരണം കൂടി ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. കാരണം പ്രവീൺ തൊഗാഡിയ എന്ന് പറയുന്ന മനുഷ്യൻ MBBS മാത്രമല്ല, അയാള് സർജിക്കൽ ഓങ്കോളജിയും കൂടി കഴിഞ്ഞ ആളാ. അപ്പൊ ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ള വാക്ക് ഒരു പ്രത്യേക മതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി അവിടെ ടെററിസം നടക്കുന്നു എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് ഒതുക്കരുത്. എല്ലാവരുടെയും ഉണ്ട്. അതിന്റെ ആദ്യത്തെ ഉദാഹരണങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ടെററിസം എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളത് ഗുജറാത്തില് മായ കോട്നാനിയും പ്രവീൺ തൊഗാഡിയെ ഇന്ത്യയിൽ ഒട്ടാകെയും കാണിച്ചു തന്നതാണെന്ന് പ്രേക്ഷകർ ഈ വാക്ക് ആ രീതിയിൽ മാത്രമായി സെലക്റ്റീവായി ഉപയോഗിക്കുന്നവർക്ക് തിരുത്തി കൊടുക്കണം എന്ന് മാത്രമേ. എല്ലാ വിഭാഗങ്ങളിലും സ്ലീപ്പർ സെല്ലുകളുണ്ട്. നമ്മൾ അതിനെയാണ് കണ്ടം ചെയ്യേണ്ടത്. എല്ലാ പ്രൊഫഷണലുകളിലും ഈ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ്. പല രൂപത്തിൽ അവർ വന്നേക്കാം, പല വേഷങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നുള്ളതാണ്.